അങ്ങനെ ചുരുക്കത്തിൽ മൗലിദ് ഓതരവണോ, ഖുതുബിയത്താക്കടവണോ, റാത്തിബാക്കടവണോ, മരിച്ചവിടെ ഖതബ് ഓതരവണോ, സുബഹിസ്കാര കഴിഞ്ഞ പിന്നെ ഖുനൂത്ത് ഓതരവണോ, അതേപോലെ പരിശുദ്ധ മുസ്ലിമെ സിയാറത്താക്കടവണോ. ഇതുപോലത്തെ ആളുമാർ എല്ലാം ഈ സലഫി പോലത്തെ ആളുമാർ ചെന്നോട്ടുള്ളത് അത് ഷിർക്ക് ചെന്നെങ്കിൽ ബഹുദേവ ആരാധന അഥവാ കാഫിർ ഉണ്ട്. അതിനർത്ഥ ഞങ്ങളുടെ റായത്തില് ഹൈന്ദവ സുഹൃത്തുക്കൾ ഇന്നത് പോലെ, ക്രൈസ്തവ സുഹൃത്തുക്കൾ ഇന്നത് പോലെ, ജൈനയും ഫാറസിയും ധർമ്മത്തെ ആളുമാർ ഇന്നത് പോലെ അങ്ങനെ പോലത്തെ ധർമ്മത്തിൽ പെട്ടവണായിട്ട് കിടാച്ചെന്ന് അതിനർത്ഥ. അപ്പോ ബിസിനിങ് അർത്ഥാക്കിയുള്ളൊരു ഷിർക്ക് ചെന്നെങ്കിൽ അവನು മുസ്ലിം അല്ല അതിനർത്ഥ. സമാർത്ഥാക്കിയാണോ ഷിർക്ക് ചെന്നെങ്കിൽ മുസ്ലിം അല്ല അതിനർത്ഥ. നാണ് ഇന്ന് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കേൾക്കട്ടെ, മുസ്ലിം അല്ലാത്തൊരു മുസ്ലിം മനുഷ്യ, നിങ്ങളുടെ റായത്തിൽ മുസ്ലിം അല്ലാത്ത ഇത്ര അന്യധർമ്മത്തെ ആളുമാറുള്ളത്, അന്യ ജാതിയിലെ ആളുമാറുള്ളത്, അവന്റെ മോളെ നിന്റെ മോണക്ക് മങ്ങിലാക്കി കൊടുത്തെന്ന് കണ്ടെങ്കിൽ ആ മങ്ങില സിന്ധു അവിടെ. നിന്റെ ഒരു മുസ്ലിമായ നിന്റെ മോളെ അന്യധർമ്മത്തവണക്ക് നീ മങ്ങിലാക്കി കൊടുത്തെങ്കിൽ ആ നിക്കാഹ് സിന്ധു അവിടെ ഇല്ല. സുന്നിടങ്ങളെ പെണ്ണുമക്കളെ സലഫിടങ്ങ മങ്ങിലാവില്ലേ? സുന്നിടങ്ങളെ മുശ്രിക്ക് ചെന്ന സലഫിടങ്ങ ചെല്ലടാറ്. ഇപ്പുറത്ത് പോയിട്ട് സുന്നിയുടെ പെണ്ണുമക്കളെ മങ്ങിൽ അവിടെ മങ്ങിൽ അങ്ങനെ സിന്ധു അവിടെ. തന്റെ പെണ്ണുമക്കളെ സുന്നിങ്ങളായ ബാലക്കാർക്ക് മങ്ങിലാക്കി കൊടുക്കില്ലേ? ആ മങ്ങിൽ എങ്ങനെ സിന്ധു അവിടെ. രണ്ട് ജാതി ബേറൽ, ഇത് മുശ്രിക്ക് അത് മുസ്ലിം, ജണ്ടങ്ങനെ ജാതി പരസ്പര ബേറണ്ടാൻ പൊത്തുകു എങ്ങനെ ഈ മങ്ങില സിന്ധു അവിടെ. റാത്തീബും ഖുതുബിയത്തുമാക്കടെ, സിയാറത്തുമാക്കടെ, തവസ്സുൽ ഇസ്തിഗാസാക്കടെ, നിന്റെ റായത്തെ പലരുടെ ഖത്തീബ് ഉസ്താദ് അയാളെ പിറകിൽ വന്നിട്ട് സലഫിടോണ്ട് വന്നിട്ട് കൈ കെട്ടി നിസ്കരിച്ചിട്ടുണ്ടോ ആൾക്ക് പോണ്ട. എങ്ങനെ ഒരു മുസ്ലിം അല്ലാത്തൊരു കാഫിർ ചെല്ലു വിശ്വസിക്കട ഒരു ഇമാമുടെ പിറകിൽ നിസ്കരിക്കട അങ്ങനെ അവിടെ നിസ്കാര സമവിടെ അങ്ങനെ പോയിട്ട് ദേവസ്ഥാനത്തിലും പോയിട്ട് സ്വാമിജിയുടെ പിറകിലും പോയിട്ട് ഉണക്ക് നിസ്കരിക്കല്ലേ, അവിടെയും പൂജാക്കല്ലേ. ഫാദറുടെ പിറകിൽ പോയിട്ട് അവിടെയും പൂജാക്കല്ലേ ഉണക്കൂ. എന്തൊരു വ്യത്യാസം ഉള്ളത്? ഖുതുബിയത്തും റാത്തീബും ആക്കടെ, സിയാറത്താക്കടെ, മാലയും മൗലിദും ഓതര ഖത്തീബ് ഉസ്താദിന്റെ പിറകിൽ നിസ്കരിക്കട. പിന്നെ ചെല്ലത് ശിർക്ക് ചെല്ലട, അയാളെ മുശ്രിക്കിട്ട് ചെല്ലട. ഉമ്മ ബാപ്പ സുന്നത്ത് ജമാഅത്തിലായിട്ട് മാലയും മൗലിദും ഖുതുബിയത്തും റാത്തീബുമാക്കിട്ട് മരിച്ചു പോയ ഉമ്മ ബാപ്പ അവന്റെയും ജന്മം കൊടുത്ത ഈ ജന്മം കെട്ട മോണും ചെന്നൊരു ചൊല്ലന്തരെ അങ്ങാക്കിട്ട് ഷിർക്ക് അങ്ങ് മുശ്രിക്കവണ് കാഫിർ. ആ കാഫിറുടെ മോണ് വേണോ? ആ ഉമ്മയും ബാപ്പയും ഷിർക്കാക്കിയ ആളുമാരുണ്ട് കണ്ടെങ്കിൽ ആ ഷിർക്കാക്കിയ മുശ്രിക്കങ്ങളായ ഉമ്മയുടെയും ബാപ്പയുടെയും സ്വത്തോണക്ക് എങ്ങനെ എടുക്കടവീറ അങ്ങ് മരിച്ച പിന്നെ ഞങ്ങളെ ഉത്തരവോണ് തീക്കുകുത്തീറ. കാരണം മുശ്രിക്കിടങ്ങളത് മുസ്ലിമേത്ര ആളുമാരത് പരസ്പര സ്വത്തുള്ള അവകാശം ഇല്ല. ഇതങ്ങർത്താക്കോണായി ബിസയ്യത് മരിച്ചപ്പോ സുന്നി മരിച്ചപ്പോ സലഫിയായോട് വന്നിട്ട് മയ്യത്ത് നിസ്കരിക്കടാ. കാഫിറായ മനുഷ്യന് മേലെ എങ്ങനെ മയ്യത്ത് നിസ്കരിക്കടാ? നിങ്ങൾ ആലോചനാക്കി നോക്കറോള, ഒന്നർത്താക്കി നോക്കറോള. പിന്നെന്ത് എന്ത് കളിയില്ല ഇത്? ഈ ഷിർക്ക് ചെല്ലത് പച്ച കാഫട്ടിയായിട്ട് ഇങ്ങ ചെന്നോട്ടുള്ളത്. ഇങ്ങ ചെല്ലത് ഷിർക്ക് മാലയും മൗലിദും ഖുതുബിയും റാത്തീബും ഷിർക്കുണ്ട് കണ്ടെങ്കിൽ അങ്ങ് മുസുന്നിങ്ങളായ പെണ്ണുമക്കളെ ആവുകും തീരാ. ആങ്ങളെ പെണ്ണുമക്കളെ സുന്നിങ്ങളായ ബാലക്കാർക്ക് മങ്ങിലാക്കി കൊടുക്കുകയും തീരാ. സുന്നിടങ്ങൾ നിസ്കരിക്കട്ടെ, പള്ളിയിൽ പിറകിൽ നിസ്കരിക്കും പോലെയുമില്ല. സുന്നിടങ്ങളെ മയ്യത്ത് നിസ്കരിക്കും പോലെയില്ല. സുന്നിടങ്ങൾക്ക് അസ്സലാമു അലൈക്കും ചൊല്ലും പോലെയില്ല. സുന്നിടങ്ങ സലാം ചെന്നങ്ങ് മടക്കും പോലെയില്ല. എന്റെ മുശ്രിക്കിടങ്ങളെ സലാം മടക്കുകയും തീരാ, മുശ്രിക്ക് സലാം ചൊല്ലുകയും തീരാ. അപ്പൊ ഇതിന്റെ ഇങ്ങനെയുള്ള ആക്കിയോണ്ടുള്ളവർ എന്തേ ചൊല്ലറോളാ അങ്കുവും തുണ്ടു. ഇതങ്ങ് ചെല്ലുടെ കളവും. മാലയും മൗലിദും ഖുതുബിയത്തും റാത്തീബും സിയാറത്തും ഉറൂസും ഇതെല്ലാം ഷിർക്ക് ചെല്ലത്. അത് ഞങ്ങൾ ബിരുദ ചെല്ലത്, ഞങ്ങൾ കളവ് ചെല്ലത്. അത് എന്തുകൊണ്ടിട്ട് ആളുമാറ ചിന്ന ഭിന്നാക്കിട കുറെ ആൾമാറ പോക്കറ്റ് ഗവൺമെന്റ് കളിക്കത്. അള്ളാഹു കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ.